നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വായ്പാ വിനിയോഗത്തിൽ വ്യക്തത വരുത്തി തിങ്കളാഴ്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുതെന്ന് കോടതി. പുനരധിവാസ ഫണ്ട് വിനിയോഗിക്കാനുള്ള സമയപരിധി ഉപാധികളോടെ ഡിസംബർ 31 വരെ നീട്ടിയതായി കേന്ദ്രം. ആശാ വർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. സമരക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയെന്ന് മന്ത്രി MP രാജേഷ്. സർക്കാരിന് പുച്ഛ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ്. സമരത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യമെന്ന MP ഗോവിന്ദൻ. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന കേന്ദ്രമന്ത്രി JP നദ്ദ. അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പരിഗണിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. സ്ഥിരം ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. പ്രതിഫലം കൂട്ടുന്നത് പരിഗണനയിലില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ. കാസർഗോഡ് കോട്ടപ്പുറം പുഴയിൽ വിനോദസഞ്ചാരത്തിനായി ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകർ പ്രതിസന്ധിയിൽ. ഹൗസ് ബോട്ടുകളുടെ പരിശോധന നടത്താനുള്ള ഡോക്കിംഗ് യാർഡ് ജില്ലയിൽ ഇല്ലാത്തത് തിരിച്ചടിയാകുന്നു. അമൃത ന്യൂസ് സ്പെഷ്യൽ. IPL 18ാം സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ കൊൽക്കത്തയിൽ. വാർത്തകൾ വിശദമായി നോക്കിയാൽ വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ഫണ്ട് വിനിയോഗത്തിന് ഉപാധികളോടെ സമയം നീട്ടി നൽകുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ഉപാധി എന്തെന്ന് വ്യക്തമാക്കാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുതെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ഈ വർഷം ഡിസംബർ 31 വരെയാണ് കാലാവധി നീട്ടിയത്. അനുവദിച്ച തുക ഏപ്രിൽ 1 മുമ്പ് ചിലവാക്കണമെന്നാണ് കേന്ദ്രം ആദ്യം പറഞ്ഞിരുന്നത്. പ്രായോഗികമല്ലാത്ത ഈ നിബന്ധന ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അനുമതി ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെ നീട്ടിയതായി കേന്ദ്രം കോടതി അറിയിച്ചു. എന്നാൽ ഉപാധികൾ എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് കേന്ദ്രം അനുമതി നീട്ടിയ കാര്യം അറിയിച്ചത്. വ്യക്തതയില്ലാത്ത ഉപാധികളുമായി കോടതിയിൽ അനുമതി അറിയിച്ച കേന്ദ്ര സർക്കാരിനോട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുതെന്ന് കോടതി വിമർശിച്ചു. ഹൈക്കോടതിക്ക് മുകളിലാണോ ദില്ലിയിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെന്നും കോടതി ചോദിച്ചു. വ്യക്തതയില്ലാതെ കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ അടുത്ത വിമാനത്തിൽ കോടതിയിൽ എത്തിക്കാൻ അറിയാമെന്നും കോടതി പറഞ്ഞു. ഉപാധികൾ വ്യക്തമാക്കി തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിന് ഉടൻ തീരുമാനമെടുക്കണമെന്നും കോടതി കേന്ദ്രത്തോട് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ആശാ വർക്കർമാരുടെ സമരത്തിൽ വീണ്ടും നിയമസഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. സമരക്കാർക്ക് നിർബന്ധ ബുദ്ധിയെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പിടിവാശിയെന്നും മന്ത്രി MP രാജേഷ്. സമരം തുടങ്ങിയ നാൾ മുതൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്കിടെ സഭയിൽ ബഹളം. സമരത്തോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ 40 ദിവസമായി സമരമിരിക്കുന്ന ആശാവർക്കർമാർ നിരാഹാരം തുടങ്ങിയിട്ട് പോലും ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന നിലപാട് തന്നെയാണ് സഭയിൽ സർക്കാർ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ നിന്നിറങ്ങി സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ പ്രതിപക്ഷം ഇന്ന് വിഷയം സബ്മിഷനായാണ് ഉന്നയിച്ചത്. ആശാവർക്കർമാരുടെ സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് മറുപടി നൽകിയത്. ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത്. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ്. സമരം തുടങ്ങിയ നാൾ മുതൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നിങ്ങൾ ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്ക്, മൈക്ക് തരാം. യെസ്, അവിടെ ഇരിക്കുക. യെസ്, ഒന്ന് ടീമിനെ തിരിച്ചു വിളിക്കാം അങ്ങോട്ട്. യെസ്.
മൈക്ക് തരാം, മൈക്ക് അവരിരുന്നു. യെസ്, അങ്ങനെ ടീമിനെ തിരിച്ചു വിളിക്കുക. വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരത്തിൽ മന്ത്രി വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നത് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കണവാടിക്കാരുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് സമരത്തിന് മുൻപ് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നണിയും ആശമാരുടെ പക്ഷത്താണ്. ആശമാരുടെ പക്ഷത്ത് എന്ന് മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്കീം വർക്കേഴ്സ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ സ്കീമെല്ലാം. അതിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് ആശ. കേരള ഗവൺമെന്റിനെതിരായിട്ടാണ് ഈ സമരം. അത് ആശമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല അതിൽ അടങ്ങി നിൽക്കുന്നത്. ആ സമരത്തിന് പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇന്ന് രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങളെല്ലാം എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ആശാ വർക്കർമാരുടെ സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യപരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ഗവൺമെന്റ് വിരുദ്ധ സമരമാക്കി മാറ്റാനാണ് ശ്രമം. മഴവിൽ സഖ്യമാണ് സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രി കാത്തിരുന്ന വിവരം അറിഞ്ഞില്ല എന്നും JP നദ്ദ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിനായി ഇന്നലെ ഡൽഹിയിലെത്തിയ വീണ ജോർജ് ശ്രമിച്ചിരുന്നു. എന്നാൽ മന്ത്രിക്ക് കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് JP നദ്ദയുടെ പ്രതികരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്രയിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. വീണ ജോർജ് സത്യസന്ധത പാലിക്കണമെന്നും കള്ളപ്രചാരണങ്ങൾ നടത്തരുത്, കേന്ദ്രമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല എന്ന പ്രചാരണം ശരിയായില്ല എന്നും അപ്പോയിന്റ്മെന്റ് കിട്ടിയ ദിവസമാണ് മന്ത്രിയെ കാണാൻ പോകേണ്ടതെന്നും V മുരളീധരൻ പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സംഘത്തിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഡൽഹി യാത്ര, ആ ഡൽഹി യാത്ര ഇതിൻ്റെ വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞതിൻ്റെ ജാള്യതയിലാണിപ്പോൾ CPM-ഉം സംസ്ഥാനത്തെ സർക്കാരും. വീണ ജോർജിനോട് എനിക്ക് പറയാനുള്ളത്, പൊതുപ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള മിനിമം സത്യസന്ധത, ആ മിനിമം സത്യസന്ധതയെങ്കിലും പാലിക്കണം. അങ്കണവാടി ജീവനക്കാരെയും ഹെൽപ്പർമാരെയും സ്ഥിരം സർക്കാർ ജീവനക്കാരായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം. അടൂർ പ്രകാശ് MPയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി ഠാക്കൂർ ഇക്കാര്യം സഭയിൽ അറിയിച്ചത്. മിനിമം വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. പ്രതിഫലം കൂട്ടുന്നത് പരിഗണനയിലില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇവരെ സ്ഥിരം ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അംഗനവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CITU നടത്തിയ നിയമ പോരാട്ടത്തിൽ സുപ്രീം കോടതി അനുകൂല വിധി പുറപ്പെടുവിച്ചിരുന്നു. അംഗനവാടി ജീവനക്കാരുടെ വേതനം കൂട്ടണമെന്നും ഇതിനായി കേന്ദ്ര സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കണമെന്നും നിയമസഭയിൽ പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരുന്നു. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതായ റിപ്പോർട്ട്. സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ്. വിഷയം കോടതിയിൽ ഉന്നയിച്ച് അഭിഭാഷകർ. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തമാണ് ജസ്റ്റിസ് വർമ്മയെ കുരുക്കിയത്. തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്.
ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ യശ്വന്ത് വർമ്മ സ്ഥലത്തുണ്ടായിരുന്നില്ല. വീട്ടുകാരാണ് അഗ്നിശമന സേനയെ വിളിച്ചു വരുത്തിയത്. സ്ഥലത്തെത്തി തീ അണച്ചതിന് ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടെയാണ് ഒരു മുറിയിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കണക്കിൽപ്പെടാത്ത പണമാണെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനു പിന്നാലെ ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം തീരുമാനിച്ചു. കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്കെതിരെ നടപടി വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ഡൽഹി ഹൈക്കോടതിയിലെ സീനിയോറിറ്റി അനുസരിച്ച് മൂന്നാമനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. 2014 അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വർമ്മ 2021 ഡൽഹി ഹൈക്കോടതിയിലെത്തുന്നത്. അലഹാബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി AN വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കാസർഗോഡ് കോട്ടപ്പുറം പുഴയിൽ വിനോദസഞ്ചാര ഭാഗമായി ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകർക്ക് പ്രതിസന്ധിയുടെ കാലമാണ്. ഹൗസ് ബോട്ടുകളുടെ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തുന്നതിനുള്ള സർക്കാർ അംഗീകൃത ഡോക്കിംഗ് യാർഡ് ജില്ലയിലില്ലാത്തത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. ഹൗസ് ബോട്ടുകൾ കടൽ കടന്ന് കണ്ണൂരിലെ ഡോക്ക് യാർഡിൽ എത്തിക്കുന്നത് സംരംഭകർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ഹൗസ് ബോട്ടുകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 3 വർഷത്തിലൊരിക്കൽ ഡോക്കിംഗ് യാർഡിൽ എത്തിച്ച് പരിശോധന നടത്തണമെന്നാണ് ചട്ടം. ഡോക്കിംഗ് യാർഡ് ജില്ലയിലില്ലാത്തതിനാൽ കോട്ടപ്പുറം പുഴയിൽ ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകരെല്ലാം വലിയ വിഷമത്തിലാണ്. സർവീസിംഗിനെ ബാധിക്കുന്ന തരത്തിൽ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായെന്ന് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകർ പറഞ്ഞു. 10, 15, 20 ആൾക്കാർ ചേർന്നാണ് നമ്മൾ ഈ ഒരു തദ്ദേശീയരായ ആൾക്കാരെ കൂട്ടം കൂടി ഒരു ജനകീയ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ മിക്ക ബോട്ടുകളും നമ്മളിവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വരുമാന മാർഗത്തിൽ നിന്നും ഏകദേശം നമുക്കൊരു 65-70% നമുക്ക് ചെലവ് വരുന്നുണ്ട്. അപ്പം വളരെ തുച്ഛമായ ഒരു വരുമാനം മാത്രമേ നമുക്ക് ഈ ഒരു ബോട്ടിന്റെ സർവീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് 27 ഹൗസ് ബോട്ടുകളാണ് നീലേശ്വരം കോട്ടപ്പുറം പുഴയിലുള്ളത്. ഡോക്കിംഗ് യാർഡ് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൗസ് ബോട്ട് പരിശോധനയ്ക്കായി കടൽ കടന്ന് കണ്ണൂർ ജില്ലയിലെ അഴീക്കലിലേക്ക് പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് സംരംഭകർ വിശദമാക്കി. കൂടാതെ കടൽ കടക്കുന്നതിലുള്ള അപകട സാധ്യതയും ചൂണ്ടിക്കാട്ടി. കണ്ണൂർ അഴീക്കൽ വരെ പോകണം, ജില്ലയിൽ എവിടെ ഒരു സൗകര്യമില്ല. അപ്പോൾ അഴീക്കൽ പോകണമെന്നുണ്ട് പുഴയിൽ കൂടി പോയാൽ മാത്രം പോരാ, അഴിമുഖം കടന്ന് കടലിലൂടെ പോയിട്ട് വേണം. അത് വലിയ റിസ്ക്കാണ്. കടലേശം ശോഭിച്ചാൽ കടലിൽ പോകാൻ പെർമിഷൻ ഈ ബോട്ടിനില്ല എന്നാലും. പക്ഷേ ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 3-4 ബോട്ടുകൾ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പേടിച്ച് പോകാൻ നിൽക്കുകയാണ്. നല്ല എക്സ്പെൻസും വരും. അതുകൊണ്ട് അതൊരു വലിയൊരു പൊതുവെ മേഖല നേരിടുന്നില്ല. എന്താ വേണമെന്നാൽ സർക്കാർ ഇതിനുള്ള ഇപ്പോഴും നിലവിലുള്ള യാർഡുകൾക്ക് അംഗീകാരം കൊടുക്കുക. കാരണം അവർ പറഞ്ഞ രീതിയിൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയ ശേഷം അവർക്ക് ഇത് കൊടുക്കാനുള്ള ഒരു സംഭാവന ഉണ്ടെങ്കിൽ ഈ ബോട്ടുകാർക്ക് അത് വലിയ സൗകര്യമാണ്. വിനോദസഞ്ചാരം മുന്നിൽ കണ്ട് പുഴയിൽ ഹൗസ് ബോട്ട് ഇറക്കിയവരിൽ ഭൂരിഭാഗവും പ്രദേശത്തെ അച്ചാന്തുരുത്തി ദ്വീപിലുള്ളവരാണ്. 300ഓളം കുടുംബങ്ങൾ സർവീസിംഗിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്നവരും. വന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മികച്ച വിശ്രമ മുറികൾ, ശൗചാലയം എന്നിവ അധികൃതർ ഒരുക്കാത്തതിനാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ കോട്ടപ്പുറത്ത് വന്നെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കിയതായും ഹൗസ് ബോട്ട് ഉടമകൾ പറഞ്ഞു. 2 ബോട്ടുകൾ ഇറക്കി BRDC ആണ് 2020 നീലേശ്വരം കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ട് ടൂറിസത്തിന് തുടക്കം കുറിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കർണാടകയിൽ ഹണി ട്രാപ്പ് വിവാദം തുടരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ നാടകീയ രംഗങ്ങൾ. BJPയുടെയും JDSന്റെയും MLAമാർ നടുത്തളത്തിലിറങ്ങി. 48 MLAമാരെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമം നടന്നു എന്ന സഹകരണ മന്ത്രിയുടെ പരാമർശത്തെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷ ബഹളം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബഹളത്തിനിടയിൽ സർക്കാരിന്റെ നിർമ്മാണ കരാറുകളിൽ ന്യൂനപക്ഷ സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ബില്ല് സഭ പാസാക്കി. ഇതിനെതിരെയും പ്രതിഷേധം നടന്നു. സഭയിൽ അവതരിപ്പിച്ച ബിൽ പ്രതിപക്ഷം വലിച്ചു കീറി. ഇതേ തുടർന്നാണ് 18 BJP MLAമാരെ 6 മാസത്തേക്ക് സ്പീക്കർ സസ്പെൻഡ് ചെയ്തത്. കർണാടക ഹണി ട്രാപ്പ് ഫാക്ടറിയായി മാറിയെന്ന് BJP ആരോപിച്ചു.
കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ പ്രതി യാസിറിനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവസ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം യാസിറിന്റെ അക്രമത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാനും ഭാര്യ ഹസീനയും ആശുപത്രി വിട്ടു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യാസിർ ഭാര്യയായ ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തിയത്. അക്രമം തടയാനെത്തിയ ഭാര്യയുടെ മാതാപിതാക്കളെയും യാസിർ കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അബ്ദുറഹ്മാനും ഭാര്യ ഹസീനയും ഇന്ന് ആശുപത്രി വിട്ടു. മകളുടെ മരണം നേരിൽ കണ്ട ഞെട്ടൽ ഈ മാതാപിതാക്കളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ലഹരിക്കടിമയായ യാസിറിൽ നിന്നും ഷിബില അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതിനിടെ യാസിറിന്റെ പക്കൽ നിന്നും അന്വേഷണ സംഘം 2 ആയുധങ്ങൾ കണ്ടെടുത്തു. കൈതപ്പൊയിൽ അങ്ങാടിയിൽ നിന്നും വാങ്ങിയ പുതിയ സ്റ്റീൽ കത്തിക്ക് പുറമെ മറ്റൊരു ചെറിയ കത്തി കൂടെയാണ് പോലീസ് കണ്ടെടുത്തത്. ഭാര്യ ഷിബിലയെ കൊലപ്പെടുത്താൻ യാസിർ എത്തിയത് 2 ആയുധങ്ങളുമായാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. അതേസമയം കോഴിക്കോട് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യാസിറിനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവം നടന്ന താമരശ്ശേരിയിലെ വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സർക്കുലർ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് നിർദ്ദേശം. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി ഞായറാഴ്ച കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സമവായത്തിലൂടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കൗൺസിൽ യോഗത്തിൽ പ്രഹ്ലാദ് ജോഷി അധ്യക്ഷന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അറിയിക്കും. തുടർന്ന് ഈ തീരുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതിനോടകം തന്നെ കേന്ദ്ര പ്രതിനിധികൾ സംസ്ഥാന നേതാക്കളുമായും RSS നേതൃത്വവുമായി കൂടിക്കാഴ്ചയും നടത്തിക്കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ തുടരുമോ എന്നതിൽ വ്യക്തതയില്ല. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുകളാണ് കേന്ദ്ര പരിഗണനയിലുള്ളത്. കേരളത്തിൽ പാർട്ടി ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ പാർട്ടി കോർ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും കാര്യമായ മാറ്റത്തിനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അക്ഷരനഗരിയിൽ ആവേശമാണ് പൊട്ടി തിരുനക്കര പൂരം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പകൽപൂരം കാണാൻ ഇത്തവണയും 10,000-ങ്ങളാണ് എത്തിയത്. തലയെടുപ്പുള്ള ഗജവീരന്മാരും പെരുവനത്തിന്റെ പഞ്ചാരിമേളവും പൂരാവേശത്തിന് മിഴിവേകി. ആളും ആരവവും ആനയും മേളവും തീർത്ത പൂരലഹരിയിൽ ആറാടി അക്ഷരനഗരി. ആനപ്രേമികളും പൂരപ്രേമികളും ഒത്തുചേർന്ന കോട്ടയം തിരുനക്കര പകൽപൂരത്തിൽ ആവേശം ആകാശം തൊട്ടു. മീനമാസത്തിലെ സൂര്യൻ വടക്ക് ചാഞ്ഞ് പടിഞ്ഞാറേക്ക് നീങ്ങി തുടങ്ങിയതിന് പിന്നാലെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ കടന്ന് ഗജവീരന്മാർ ഓരോന്നായി പൂരപ്പറമ്പിലേക്ക് ഇറങ്ങി. മീനച്ചൂടിനെ വകവയ്ക്കാതെ കാത്തുനിന്ന പുരുഷാരത്തിന്റെ ആർപ്പുവിളികൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു. കൊമ്പന്മാർ തുമ്പിക്കൈ ഉയർത്തി ജനസാഗരത്തെ പൂരക്കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്തു. ഇരു ചേരുവാരങ്ങളിലായി 22 ഗജവീരന്മാർ അണിനിരന്നു. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തൃക്കടവൂർ ശിവരാജു തിരുനക്കരയപ്പന്റെയും കിഴക്കൻ ചേരുവാരത്തിൽ പാമ്പാടി രാജൻ ദേവിയുടെയും തിടമ്പേറ്റി. തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് മോഹനര് ഭദ്രദീപം തെളിയിച്ചതോടെ പൂരസമാരംഭമായി. ആവേശത്തീയിൽ അഗ്നി പകർന്ന് പെരുവനം കുട്ടന്മാരാരും 111 കലാകാരന്മാരും ചേർന്നൊരുക്കിയ മേളപ്രപഞ്ചം. തൃശൂർ പൂരത്തിന്റെ തന്നെ തനിപ്പകർപ്പായ തിരുനക്കര പകൽപൂരത്തിൽ ആനച്ചമയങ്ങൾ ഒരുക്കിയത് പാറമേക്കാവ് ദേവസ്വമാണ്. 1.5 പതിറ്റാണ്ട് പിന്നിടുന്ന തിരുനക്കരപ്പൂരത്തിന് ഇത്തവണയും 10,000-ങ്ങൾ ഒഴുകിയെത്തി. കരിവീരന്മാരുടെ പുറത്തെഴുന്നള്ളിയ ദേവീദേവന്മാരെ കണ്ടുവണങ്ങി ആളുമാരവും താളമേള വിസ്മയവും ആസ്വദിച്ചു മടങ്ങുമ്പോൾ മുതൽ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ജനസഹസ്രങ്ങൾ. അമൃത ന്യൂസ്, കോട്ടയം.
കുവൈറ്റിൽ കർശന സുരക്ഷാ പരിശോധനകൾ നടത്തിയ അധികൃതർ 8851 ട്രാഫിക് നിയമലംഘനങ്ങളാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്തിയത്. ഇതിൽ 54 നിയമലംഘനങ്ങൾ ഭിന്നശേഷിയുള്ളവർക്കായി നീക്കിവെച്ച സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. ഈ പ്രത്യേക നിയമലംഘനം ഗുരുതരമായി കണക്കാക്കുകയും പുതിയ നിയമപ്രകാരം കോടതിക്ക് പുറത്ത് തീർപ്പാക്കിയാൽ 150 ദിനാർ പിഴ ചുമത്താവുന്നതാണ്. കേസ് കോടതിയിൽ എത്തിച്ചാൽ 1 മുതൽ 3 വർഷം വരെ തടവോ 600 മുതൽ 1000 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർന്നുള്ള ശിക്ഷയോ ലഭിക്കാം. വാണ്ടഡ് ലിസ്റ്റിലുള്ള 20 പേരെയും ഒളിച്ചോടിയതായി രജിസ്റ്റർ ചെയ്ത 21 വിദേശികളെയും തിരിച്ചറിയൽ രേഖകളില്ലാതെ കണ്ടെത്തിയ 17 പേരെയും കാലാവധി കഴിഞ്ഞ് താമസ രേഖകളുള്ള 20 വിദേശികളെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് സ്കൂൾ ബസ്സുകളിൽ 4 ക്യാമറകൾ നിർബന്ധമെന്നും മെയ് മാസത്തിൽ തന്നെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കണമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേന്ദ്രം കൊണ്ടുവന്ന ഗതാഗത നിയമ പരിഷ്കാരങ്ങൾ കേരളത്തിൽ കണ്ണടച്ച് നടപ്പാക്കില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വേനലവധിക്ക് ശേഷം അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ തുറക്കുമ്പോൾ നിയമങ്ങൾ കർശനമാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. സ്കൂൾ ബസ്സുകളിൽ അകത്തും പുറത്തുമായി 4 ക്യാമറകൾ ഇനി മുതൽ നിർബന്ധമാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു. ഫിറ്റ്നസ് പരിശോധനകൾ ജൂണിന് മുമ്പ് തന്നെ പൂർത്തിയാക്കും. മെയ് മാസത്തിൽ പരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ ക്യാമറകൾ നിർബന്ധമായും ഘടിപ്പിച്ചിരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തവണ ഈ മെയ് മാസത്തിൽ എല്ലാ ബസ്സുകളും ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് എല്ലാ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്യണം. എല്ലാ ബസ്സുകളിലും ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ക്യാമറ വയ്ക്കണം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കർശനമായി നിയന്ത്രിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്തമായ ഇടപെടൽ ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശൂർ ജില്ലകളിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗതാഗത നിയമ പരിഷ്കാരങ്ങൾ കേരളത്തിൽ കണ്ണടച്ച് നടപ്പാക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഈ ട്രാൻസ്പോർട്ടിൽ കയറി മുറുകയാണ്. ഈ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെന്റർ, അതുപോലെ നമ്പർ പ്ലേറ്റ്, ഈ ടോള് പോലെ തന്നെ ഈ ദേശത്തെ വലിയ വലിയ കുത്തക കമ്പനികളിൽ നമ്മുടെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ അവരെ ലാഭം ഉണ്ടാക്കലും കേരളത്തിലെ ജനങ്ങളുടെയും കേരള സർക്കാരിനെയും തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ശക്തമായി എതിർക്കും. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിജയം 52% കുറഞ്ഞുവെന്നും നല്ല ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം ഏറ്റുമാനൂരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ വീടിന് സമീപം കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറ്റുമാനൂർ പട്ടിത്താനത്ത് താമസിക്കുന്ന S ഗണേഷ് കുമാറാണ് മരിച്ചത്. കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ഗണേഷ് കുമാറിന് ഉച്ചയ്ക്ക് തെള്ളകത്തെ ഓഫീസിൽ യാത്രയയപ്പ് ചടങ്ങ് ക്രമീകരിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. ഏറ്റുമാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ലഹരിക്ക് അടിമയായ മകനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച അമ്മ. കോഴിക്കോട് എലത്തൂർ സ്വദേശി രാഹുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരിക്ക് അടിമയായ രാഹുൽ അമ്മയെയും മുത്തശ്ശിയെയും വീട്ടിലെ സഹോദരിയുടെ കുഞ്ഞിനെ ഉൾപ്പെടെ കൊന്ന് ജയിലിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തി. നിരന്തരം ഭീഷണി തുടർന്നതോടെയാണ് മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകിയത്. ചോദിച്ച പണം കൊടുക്കാത്തതിനെ തുടർന്നായിരുന്നു രാഹുൽ കൊലവിളിയും ആത്മഹത്യാ ഭീഷണിയും നടത്തിയത്. പോലീസ് എത്തിയപ്പോൾ രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുൽ ജാമ്യത്തിലിറങ്ങി ഹാജരാകാതെ ഒളിവിൽ കഴിയുകയായിരുന്നു. പാലായിൽ ഇടിമിന്നലേറ്റ് സഹോദരങ്ങൾക്ക് പരിക്ക്. പാല അണ്ടൂർ സ്വദേശികളായ ആൻ മരിയ, ആൻഡ്രൂസ് എന്നിവർക്കാണ് മിന്നലേറ്റത്. വൈകുന്നേരം 7 മണിയോടെ വീട്ടിൽ വെച്ചാണ് മിന്നലേറ്റത്. ഇരുവരെയും ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിലെ വയലായിലാണ് റോഡിലൂടെ പോവുകയായിരുന്ന വീട്ടമ്മയെ കാട്ടുപന്നി ഇടിച്ചിട്ടത്. തലയ്ക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റ ഇവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോം നഴ്സായി ജോലി ചെയ്യുന്ന വയല നെച്ചുറ താഴേക്കിൽ സാറാമ ലാസറിനാണ് വീടിന് സമീപത്ത് ചാമക്കാലപ്പടിയിൽ വെച്ച് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7:30 ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം. ഞാൻ രാവിലെ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. പന്നി വന്നെന്നെ കുത്തിയിട്ട് ഞാൻ വീണ് കഴിഞ്ഞ് എനിക്ക് ബോധമില്ലാതായി. അടുത്തുള്ള പയ്യനാണ് പന്നിയെ കണ്ട പയ്യൻ. അദ്ദേഹമാണ് വന്ന് എന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ തല പൊട്ടി ചോര പോയി. ഇപ്പം 4 കുത്തിക്കെട്ടുണ്ട് തലയ്ക്ക്. പിന്നെ വാരിയലിന് ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ബെൽറ്റ് ഇടാനായിട്ട് വാങ്ങിക്കാൻ പോയതാ. എൻ്റെ ഏണിനാണ് വന്ന് കുത്തിയത്. ഏണിനും ചില പ്രശ്നങ്ങളുണ്ട്, വേദനയാണ്.
പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ പകൽ പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കൃഷി ചെയ്യുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട. എണ്ണത്തിൽ അനുദിനം പെരുകുന്ന കാട്ടുപന്നികളെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആരാധകർ കാത്തിരിക്കുന്ന IPL പൂരത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 10 ടീമുകൾ കിരീടത്തിനായി പോരിനിറങ്ങുമ്പോൾ ഇനി 2 മാസം ക്രിക്കറ്റ് ആവേശം കൊടിമുടി കയറും. ടീമുകൾ, 13 വേദികൾ, 74 മത്സരങ്ങൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 18ാം സീസണിന് തുടക്കമാവുകയാണ്. ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നേരിടും. വൈകിട്ട് 7:30 ഉദ്ഘാടന മത്സരം. മെഗാ താർ ലേലത്തിലൂടെ ടീമിനെ ഉടച്ചുവാർത്താണ് പല ഫ്രാഞ്ചൈസികളും എത്തുന്നത്. ഡൽഹി ക്യാപിറ്റൽസ്, കൊൽക്കത്ത, ലക്നൗ സൂപ്പർ ജയൻസ്, പഞ്ചാബ് കിങ്സ്, RCB എന്നീ ടീമുകളെ നയിക്കുന്നത് പുതിയ ക്യാപ്റ്റന്മാരാണ്. RCBയെ രജത് പാട്ദാർ നയിക്കുമ്പോൾ അക്സർ പട്ടേലാണ് ഡൽഹിയുടെ പുതിയ നായകൻ. ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിനെ തങ്ങളുടെ ആദ്യ കിരീടത്തിലേക്ക് നയിക്കുമോ എന്നും അറിയണം. IPL ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായ ഋഷഭ് പന്തിൽ വലിയ പ്രതീക്ഷയാണ് ലക്നൗ സൂപ്പർ ജയൻസിനുള്ളത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പാറ്റ് കമ്മിൻസ് മാത്രമാണ് ഈ സീസണിലെ ഏക വിദേശ ക്യാപ്റ്റൻ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ് ടീമുകൾ കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇറങ്ങുന്നത് IPL കിരീടങ്ങളുടെ എണ്ണം 6 ആക്കാൻ ഉറപ്പിച്ചാണ്. മെയ് 25 ഈഡൻ ഗാർഡൻസിലാണ് കലാശ പോരാട്ടം. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.